ഹായ് ഹലോ ഫ്രണ്ട്സ്, ഫസ്റ്റ് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് എന്ന് പറയുന്നത് പോർക്ക് ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ പോർക്ക് ഫ്രൈ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ എടുത്തേക്കുന്ന 1 കിലോ പോർക്കാണേ. അപ്പം അത് നല്ല കഴുകി വൃത്തിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു കുക്കറിനകത്ത് ആ പോർക്ക് ഇട്ട് കൊടുക്കാം. അതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മളിത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് നമ്മളിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. അപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിനായിട്ട് ആവശ്യത്തിന് കുറച്ച് കൊച്ചുള്ളി ആണെങ്കിൽ നമ്മൾ അതൊന്ന് അരിഞ്ഞ് സെറ്റ് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ സവാളയും കൂടെ ഒരു സവാള എടുത്താൽ മതിയാവുമേ. അതും കൂടെ എടുത്ത് നന്നായിട്ടൊന്ന് അരിഞ്ഞ് അതിൻ്റെ കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ട് പുരട്ടിയെടുക്കാം. പുരട്ടിയെടുത്തിട്ട് ഇത് തന്നെ അങ്ങനെ നമ്മൾ അടച്ച് വേവിച്ചെടുക്കാം. ഒരു 7 വിസിൽ കേട്ടാൽ മതിയാവും കേട്ടോ. അപ്പം നമ്മൾ അടച്ച് സെറ്റ് ചെയ്ത് വേവിച്ചെടുക്കാം. ഒരു നല്ല കട്ടിയുള്ള പാത്രത്തിലാണ് നമ്മളിത് വെക്കേണ്ടത് കേട്ടോ. അപ്പം നമ്മളൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് അതിനാവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം പെരുംജീരകമില്ലേ, അത് ചേർത്ത് കൊടുക്കണം കേട്ടോ. അതിനുശേഷം കുറച്ച് തേങ്ങാക്കൊത്താണെങ്കിൽ കുറച്ച് ഏറെ അരിഞ്ഞെടുക്കണം. അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലോട്ട് നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിനകത്ത് ഇട്ട് കൊടുത്ത് അതും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം ഞാൻ ഒരു സവാളയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ അരിഞ്ഞ് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഇത് വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന പോർക്കും കൂടെ എടുത്ത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ നന്നായിട്ടൊന്ന് എല്ലാം കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് അങ്ങനെ തന്നെ നമുക്ക് വേവിച്ചെടുക്കണം. കുറേ നേരം സമയമെടുക്കും അതൊന്ന് സെറ്റായി വരാനായിട്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി ഒരുപാട് അങ്ങ് ഇളക്കണ്ട, ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുമ്പം ഈ പരുവാവും. അന്നേരം നമുക്കിങ്ങനെ സെറ്റായി വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. അതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും തന്നെ അടിപൊളി പോർക്ക് ഫ്രൈ ആണ് കേട്ടോ. അപ്പം എന്തായാലും എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഇന്നേക്കുള്ള വീഡിയോ ഇത്രയേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ.